ഹിമാലയൻ 450. ഞാനെടുത്തത് 2023 ഡിസംബർ മോഡൽ വണ്ടിയാണ്. രജിസ്ട്രേഷൻ വന്നപ്പോൾ 2024. ഓൾമോസ്റ്റ് ഇപ്പം 14,000 കിലോമീറ്റർ കവർ ചെയ്തു. ഓക്കെ, എല്ലാ ഒരുവിധം മൗണ്ടൻസ് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് ഒരു 5,000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ എൻജിൻ്റെ അവിടുന്ന് ഒരു ടിക് 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 നോയ്സ് വരാൻ തുടങ്ങിയിരുന്നു. ആദ്യം നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, നോർമലായി വരുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും പറയുന്നത് മെക്കാനിക്കൽ ക്ലാറ്ററാണ്, അത് നോർമൽ സൗണ്ടാണ്, ഇതിൻ്റെ ബിഹേവിയർ ആണെന്നൊക്കെ പറഞ്ഞ് പലരും കമൻസ് ഇട്ട്. പക്ഷെ ഒരു യൂട്യൂബർ അതിന് കുറച്ച് മാറി ചിന്തിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡിൽ വരുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് ആ ഒരു മെക്കാനിക്കൽ ക്ലാറ്ററിൻ്റെ സൗണ്ട് വരുന്നത്. ശരിക്കും ഇതിന് പ്യൂറായിട്ട് ടിട്ട് എന്നുള്ള ആ കറക്റ്റ് സൗണ്ടാണ് വരേണ്ടത്. അങ്ങനെ പുള്ളി അത് ക്ലെയിം ചെയ്ത് റോയൽ എൻഫീൽഡ് അത് വാറണ്ടി കൊടുക്കുകയും ചെയ്തു. വണ്ടി അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കൊടുത്തു, ആ എൻജിൻ ഹെഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഞാനിത് കുറച്ചായി ശ്രദ്ധിക്കുന്നത്, അതായത് വണ്ടി കുറേ കഴിഞ്ഞ് ഒരു എന്താ പറയുക 200-300 കിലോമീറ്റേഴ്സ് ഓടി കഴിയുമ്പോൾ പിന്നെ വണ്ടിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് നോയ്സാണ്, എന്നുള്ള നോയ്സാണ്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ച എൻജിൻ ഓവർ ഹീറ്റ് ആയിട്ടായിരിക്കും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തോന്നി. ഞാൻ നേരെ കാലിക്കറ്റിൽ സർവീസ് സെൻറ്ററിൽ പോയി ഈ ഇഷ്യൂ റൈസ് ചെയ്തു. അവർ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ അവർ ഇതിൻ്റെ എൻജിൻ നോയ്സ് ഒക്കെ ഡെസിബിൾ വെച്ച് അളന്നിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു, റോയൽ എൻഫീൽഡിന് അയച്ചു കൊടുത്ത് അപ്പം തന്നെ അവർ പറഞ്ഞിരുന്നു ഒരു എന്താ പറയുക സൗണ്ട് നോർമൽ അല്ല, അബ് നോർമൽ സൗണ്ട് ഉണ്ട് ഇതിന്. അത് കഴിഞ്ഞ് റോയൽ എൻഫീൽഡ് അപ്രൂവ് ചെയ്തു, അതായത് ഇതിന് ഇഷ്യൂ ഉണ്ട്, ഇതിൻ്റെ ഹെഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഹെഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്തു, വണ്ടി തിരിച്ചു വന്നു. ഇപ്പം നിങ്ങൾ സൗണ്ട് കേട്ടുകയാണല്ലോ, ഒരു നേരെ മെക്കാനിക്കൽ ക്ലാറ്ററിൻ്റെ ഒരു സൗണ്ട് പോലും, പ്യുവറായിട്ടുള്ള എൻജിൻ നോയ്സ് മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം എല്ലാവരും എന്താ പറയുക മാറ്റണം എന്നല്ല പറയുന്നത്, കുറേ കിലോമീറ്റർ പോകുമ്പോൾ ഇങ്ങനെ അബ്നോർമൽ നോയ്സ് ഉണ്ടെങ്കിൽ ബെറ്റർ ചെക്ക് ഇറ്റ്. ഓക്കെ, പക്ഷേ എനിക്ക് വേറൊരു പണി കിട്ടി. ഞാൻ ഈ സർവീസ് സെൻറ്റർ കൊടുത്തത് ഇവിടെ കാലിക്കറ്റിലുള്ളതെന്ന് പറഞ്ഞല്ലോ, ഇവർ ഇതിൻ്റെ എൻജിൻ ഓയിലൊക്കെ മാറ്റാൻ വേണ്ടി ഇത് എന്താ പറയുക ഒരു പ്രാവശ്യം ഊരിയതാ. എൻ്റെ ഇതുണ്ടോ, ഈ നോർമൽ വർക്ക്ഷോപ്പ് പോലെ ചെയ്യുന്ന പോലെ എന്തോ പൊടിയിലിട്ട് പിടിച്ച് അത് അവിടെ ത്രെഡ് പോയ പോലെയായി. അത് മാത്രമല്ല, ഇവർ സർവീസ് ചെയ്തതിന് ശേഷം വന്ന സംഭവങ്ങളാണ്. ഓയിൽ ലീക്ക് കണ്ടോ, ഓയിൽ ഇങ്ങനെ കിനിഞ്ഞ് ഇറങ്ങുക. അവർ ഊരിയൻ്റെ പാട് കണ്ടോ. ഇതുപോലത്തെ ഈ ടൂൾസ് ഉപയോഗിക്കാൻ അറിയാതെ ഉപയോഗിച്ച പ്രശ്നങ്ങളാണ്. ഞാനിത് ബത്തേരി ടെമ്പസിനായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഒരു ചെറിയ സ്ക്രാച്ച് പോലും അവരുണ്ടാക്കാതെയായിരുന്നു അവർ ഫുൾ സർവീസും ചെയ്തിരുന്നത്. അപ്പം നമ്മൾ നല്ല സർവീസ് സെൻറ്ററും മോശം സർവീസ് സെൻറ്ററുകളും മനസ്സിലാക്കുന്ന ഡിഫറൻസ് ഭയങ്കരമാണ്. സെയിം റോയൽ എൻഫീൽഡ് കമ്പനി തന്നെയാണ്, പക്ഷെ നല്ല മെക്കാനിക്കും നല്ല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ബത്തേരി സർവീസ് സെൻറ്റർ ആയിരുന്നപ്പോൾ എനിക്ക് യാതൊരു ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, എല്ലാം പെർഫെക്റ്റ്ലി സെറ്റായിരുന്നു. അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവർ പെർഫെക്റ്റ് ടൂൾസ് ഉപയോഗിച്ച് പെർഫെക്റ്റ് ടോർക്കിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഇതിൻ്റെ ഓരോ നട്ടും ബോൾട്ടും അവർ ടോർക്ക് വെച്ച് കറക്റ്റ് ടോർക്ക് വെച്ചിട്ടാണ് ടൈറ്റ് ആക്കിയിരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇവരെ സർവീസ് കഴിഞ്ഞ് ഇതിൽ ചെറിയ ലീക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഇവർ ഒന്നും കൂടി ടൈറ്റ് ആക്കിയാന്ന് തോന്നുന്നു, സാധനം വെച്ചിട്ട് ഇതിൻ്റെ ത്രെഡെല്ലാം കളഞ്ഞ് ലംബാക്കി കളഞ്ഞ്. ഇമാതിരി സർവീസ് സെൻ്ററുകളും ഉണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടും ചെയ്തവരാണ് ഇവരൊക്കെ. അപ്പോൾ എപ്പോഴും ബെറ്റർ സർവീസ് സെൻറ്ററിനെ നോക്കുക. സർവീസ് സെൻറ്റർ റോയൽ എൻഫീൽഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ തന്നെ നല്ലതും ചീത്തതും ഉണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് നമ്മൾ നല്ല മെക്കാനിക്കലിനെ ഒരു റിവ്യൂ ഒക്കെ കണ്ട ശേഷം മാത്രം വണ്ടി കൊടുക്കുക. ഇങ്ങനത്തെ മേജർ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല സർവീസ് സെൻറ്ററിൽ പോയിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ മെയിൻ ഇഷ്യൂ ഫിക്സ് ആവും, സൈഡിൽ വേറെ ഇഷ്യൂ പൊട്ടിപ്പുറപ്പെടും. ഇനിയിപ്പം ആ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കംപ്ലയിൻറ്റ് റൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.